കൊതി കാരണം ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ആദ്യത്തെ ട്രൈ ആണ്. കഴിച്ചു നോക്കാം. നല്ലപോലെ എല്ലാം വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെയാണ്. ഓ, സോ സോഫ്റ്റ്. ആവി പറക്കുന്നു. പക്ഷെ കൊതി സമ്മതിക്കുന്നില്ല ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വിഷു ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോവുകയും അതും സാരിയൊക്കെ ഉടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ഇടലാണല്ലോ പതിവ്. പക്ഷേ ഇവിടുത്തെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആ ഒരു അമ്പലത്തിൽ പോകുന്ന വൈബ് കിട്ടത്തില്ലല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സാരി ഉടുക്കാനും പൂതി. പക്ഷെ വിഷുവിനൊന്നും ഒരുക്കിയില്ല താനും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കാനും ഒന്നും വെജിറ്റബിൾസ് ഒന്നും നമുക്ക് അങ്ങനെ എല്ലാം കിട്ടത്തുമില്ല. എന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇൻസ്റ്റയിൽ തോണ്ടിയിരുന്നപ്പോൾ ദേ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയ പൂതിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കുക. എന്നാൽ പിന്നെ ഈ ഒരു വിഷു ദിവസം ഇങ്ങനെ ആട്ടേന്ന് ഞാനും വിചാരിച്ച്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എന്നാൽ പിന്നെ സാരി ഉടുത്തിട്ട് ആട്ടേന്ന് ഞാനും വിചാരിച്ച്. അങ്ങനെ സാരിയൊക്കെ ഉടുത്തിട്ട് ഇതേ ശർക്കര ചീകി എടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെയാണ്ട് പാനീയമാക്കി എടുക്കണം. ശേഷം ഞാനിവിടെ ഗോതമ്പൊടിയാണ് എടുക്കുന്നത്. ഈ സെയിം ഗ്ലാസ്സിന് തന്നെ 1.5 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഏലക്ക ചതച്ചത് അതിനകത്തോട്ട് ഇടുന്നുണ്ട്. കൂടെ അരിപ്പൊടി ആ സെയിം ഗ്ലാസ്സിന് 1/2 ഗ്ലാസ്സാണ് ഇടുന്നത്. ആദ്യം നമ്മൾ പാനീയമാക്കി വെച്ച ശർക്കര ഇതിനകത്തോട്ട് അരിച്ച് വേണം ഇടാൻ. കാരണം ചില ഉണ്ടയിൽ മണ്ണിൻ്റെ തരി കാണും കേട്ടോ. പിന്നെ അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ നെയ്യിലൊന്ന് വരട്ടിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അതും ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു നുള്ളു ഉപ്പ്, ആവശ്യത്തിന് എള്ളിടുക, ഒരു ഇച്ചിരി നെയ്യ്. പിന്നെ എനിക്ക് ഈ ഒരു പഴമാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. വേറെ പഴമില്ല. പലരുടെയും വീഡിയോയിൽ ഞാൻ നോക്കിയപ്പോൾ പാളയനോടൻ പഴമാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വലിയ പഴമായതുകൊണ്ട് 2 പഴമാണ് ഇടുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പഴം സെപ്പറേറ്റ് ജാറിലിട്ട് അടിച്ചെടുക്കാമെന്നുള്ളൂ. എനിക്ക് ഈ കറക്റ്റ് സമയത്ത് കരണ്ട് പോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണ്. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് നല്ല കട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പയ്യെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ലപോലെ കുഴച്ചതിന് ശേഷം പഴത്തിൻ്റെ ഒന്നും തരി ഒന്നും കിടക്കില്ല. നല്ലപോലെ ഉടച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ. ലാസ്റ്റ് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് മാറ്റി വെക്കുക. ശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്ത് വെക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓരോ കുഴിയിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി ഇങ്ങനെ വരും. എന്നിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഗൈസ്. കാര്യം കഴിഞ്ഞു. ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.